അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇൻസാനിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഇന്നാ ഹദൈനാഹു السبيل ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വ അഗ്ലാലൻ വ സഈറാ. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ. കൂടിച്ചേർന്ന ഒരു ശുക്ലബിന്ദുവിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചു. നബ്തലീഹി, ആ മനുഷ്യനെ നാം പരീക്ഷിക്കുന്നതാണ്. ഫജഅൽനാഹു സമീഅൻ ബസീറാ, അങ്ങനെ അവനെ നാം കേൾക്കുന്നവനും കാണുന്നവനുമാക്കി. ഇന്നാ ഖലഖ്ന, തീർച്ചയായും നാം സൃഷ്ടിച്ചു, അൽ ഇൻസാന, മനുഷ്യനെ, മിൻ നുത്ഫത്തിൻ, ഒരു തുള്ളിയാൽ, ഒരു ബിന്ദുവിൽ നിന്ന്, ഒരു ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന്, അംശാജൻ, കലർപ്പുള്ള, കൂടിച്ചേർന്ന. ഈ അംശാജ് എന്ന ആ കൂടിക്കലർന്ന, സമ്മിശ്രമായ എന്ന ഈ പദത്തിന് ധാരാളം വ്യാഖ്യാനങ്ങൾ മഹാന്മാരായ മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. സമ്മിശ്രമായ ഒരു ബീജഗണത്തിൽ നിന്നാണ് നാം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടിയാണെന്നറിയോ? നബ്തലിഹി, അങ്ങനെ മനുഷ്യനെ നാം പരീക്ഷിക്കുന്നതാണ്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്താണ് എന്ന് ഈ ഒരൊറ്റ വാക്കിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നബ്തലിഹി, പരീക്ഷിക്കാൻ വേണ്ടി. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി അമല് ചെയ്യുന്നവരാരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ആരാധന ചെയ്യാൻ വേണ്ടിയല്ലാതെ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ജിന്നുവർഗത്തെയോ മനുഷ്യവർഗത്തെയോ നാം സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൃഷ്ടിപ്പ് അതൊരു പരീക്ഷണത്തിന് വേണ്ടിയാണ്. നമ്മുടെ കൂട്ടത്തിൽ ആരാണ് അമലുകൾ ചെയ്യുന്നത്, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരാരാണ്, ആ ഒരു പരീക്ഷണമാണ് നമ്മുടെ ജീവിതം. ആ ഒരു പരീക്ഷയിൽ വിജയിച്ചാലാണ് സ്വർഗം നമുക്ക് സമ്മാനമായി കിട്ടുന്നത്. ഫജഅൽനാഹു, അങ്ങനെ നാം അവനെ ആക്കി, മനുഷ്യനെ ആക്കി, സമീഅൻ, കേൾക്കുന്നവനും, ബസീറൻ, കാണുന്നവനുമാക്കി. മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേൾവിയും കാഴ്ചയും. വിജ്ഞാനങ്ങൾ നേടാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് കേൾവിയും കാഴ്ചയും. കേട്ടറിഞ്ഞും കണ്ടറിഞ്ഞും അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ അറിയണം. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കാൻ പാകപ്പെടണം. കേൾവിയും കാഴ്ചയും, ഇതിൽ ആദ്യം അള്ളാഹു പറഞ്ഞത് സമയൻ, കേൾക്കുന്നവനാക്കി എന്നതാണ്. സത്യത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം കാഴ്ചയും കേൾവിയും, മനുഷ്യൻ്റെ ജന്മം സംഭവിക്കുമ്പോൾ അവന് ആദ്യമുണ്ടാകുന്ന ഒരവസ്ഥ കേൾവി തന്നെയാണ്. കാഴ്ചയേക്കാൾ മുന്നെയാണ് കേൾവി സംഭവിക്കുന്നത്. ഖുർആനിലും അതുകൊണ്ട് തന്നെ കേൾവിയെയാണ് ആദ്യമായി പറഞ്ഞത്, പിന്നെയാണ് കാഴ്ചയെക്കുറിച്ച് പറയുന്നത്. ഇന്നാ ഹദൈനാഹു السبيل ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, അവന് നാം വഴി കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഒന്നുകിൽ അവൻ നന്ദി കാണിക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ നന്ദി കെട്ടവനായിരിക്കും. മനുഷ്യന്മാരെ സംബന്ധിച്ച് അല്ലാഹു തആല പറയാം, ഇന്നാ ഹദൈനാഹു, തീർച്ചയായും നാം അവന് കാണിച്ചു കൊടുക്കുന്നതാണ്, വഴി കാണിച്ചു കൊടുക്കുന്നതാണ്, കാട്ടിക്കൊടുക്കുന്നതാണ്. അസ്സബീല, മാർഗത്തെ നാം കാട്ടിക്കൊടുക്കും. ഇമ്മാ ശാകിറൻ, ഒന്നുകിൽ നന്ദിയുള്ളവനാവും, വ ഇമ്മാ കഫൂറ, അല്ലെങ്കിലോ ഒന്നുകിൽ നന്ദി കെട്ടവനായിക്കൊണ്ട്. അസ്സബീൽ, മാർഗം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നന്മയുടെയും തിന്മയുടെയും വഴി അതെന്താണെന്ന് വകതിരിച്ച് കാണിച്ചു കൊടുത്തു. അതിനെ പ്രവാചകന്മാരെ അല്ലാഹു തആല നിയോഗിച്ചു.
സത്യമേതാണ് അസത്യമേതാണെന്ന് മനസ്സിലാക്കി തരാൻ, അങ്ങനെ അത് ഉൾക്കൊള്ളാനുള്ള കാതും കാഴ്ചയും ഒക്കെ അള്ളാഹു നമുക്ക് നൽകി. ഇനി ചിലർ നന്ദി കാണിക്കാം, ചിലർ നന്ദികേട് കാണിക്കാം. സത്യത്തിൽ നിന്നും അസത്യത്തിൽ നിന്നും തെരഞ്ഞെടുക്കുക എന്നുള്ളത് തെരഞ്ഞെടുക്കാനുള്ള അവകാശം അള്ളാഹു നമുക്ക് നൽകി. നല്ല ബുദ്ധിശക്തി നൽകി, വിവേകശേഷി നൽകി. എന്നിട്ട് സത്യമേതാണ് അസത്യമേതാണെന്ന് കാണിച്ചു തന്നു. ഇനി തെരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. ചിലര് നന്മ തെരഞ്ഞെടുക്കും, ചിലര് തിന്മയിൽ ഇങ്ങനെ ആണ്ടുപോവുകയും ചെയ്യും. പരീക്ഷിക്കാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതോടൊപ്പം തന്നെ ആ പരീക്ഷയിൽ വിജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ ദുനിയാവിൽ അല്ലാഹു തആല ഒരുക്കി തന്നിട്ടുണ്ട്. പക്ഷേ അത് ഉൾക്കൊള്ളാൻ, അതിനെ സ്വീകരിക്കാനുള്ള ഹൃദയവിശാലതയാണ് നമുക്ക് വേണ്ടത്. ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറാ. തീർച്ചയായും നാം അവിശ്വാസികൾക്ക് ചില ചങ്ങലകളും വിലങ്ങുകളും കത്തിജ്വലിക്കുന്ന അഗ്നിയും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്നാ അഅ്തദ്നാ, തീർച്ചയായും നാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ലിൽ കാഫിരീന, അവിശ്വാസികൾക്ക്, നന്ദി കെട്ടവർക്ക്, സലാസില, ചങ്ങലകളെ, വഅഗ്ലാലൻ, വിലങ്ങുകളെ, വസഈറൻ, കത്തിജ്വലിക്കുന്ന അഗ്നിയെ. അള്ളാഹുവിന് വഴിപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടും നന്ദി കേട് കാണിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, അവർക്കുള്ള ശിക്ഷകൾ വരാനിരിക്കുന്നതേയുള്ളൂ. അവർക്ക് ചങ്ങലകളുണ്ട്, വിലങ്ങുകളുണ്ട്, തീജ്വാലകൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ. പുണ്യവന്മാർ, തീർച്ചയായിട്ടും ഗുണം ചെയ്ത ആളുകൾ മദ്യം നിറച്ച ഒരു തരം പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നതാണ്. അതിലെ കൂട്ട് ചേരുവ കർപ്പൂരമായിരിക്കും. സത്യനിഷേധികൾക്ക് നന്ദികേട് കാണിക്കുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നന്ദി കാണിക്കുന്നവർക്ക് കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ചും പറയാൻ. ഇന്നല്ല ബറാറ, തീർച്ചയായും പുണ്യവന്മാർ, യശ്റബൂന, അവർ കുടിക്കുന്നതാണ്, മിൻ കഅസിൻ, കോപ്പയിൽ നിന്ന്, പാനപാത്രത്തിൽ നിന്ന്. എങ്ങനെയുള്ള കോപ്പയാണ്? മദ്യം നിറച്ച കോപ്പ, അതിൽ നിന്ന് കുടിക്കുന്നതാണ്. കാന മിസാജുഹാദിന്റെ ചേരുവ, കാഫൂറ, കർപ്പൂരമാണ്. ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ. 6-ാമത്തെ ആയത്താണിത്. അതായത് ഐനൻ, ഒരു തടാകത്തിൽ നിന്ന്, ഒരു അരുവിയിൽ നിന്ന്, ഒരു ഉറവ് ജലത്തിൽ നിന്ന്, യശ്റബു ബിഹാ, അതിനെ കുടിക്കുന്നതാണ്. ഇബാദുല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകൾ. അതായത് ഒരു അരുവി, അള്ളാഹുവിൻ്റെ ദാസന്മാർ അതിൽ നിന്ന് കുടിക്കും. യുഫജ്ജിറൂനഹാ തഫ്ജീറാ, ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉറവയിൽ നിന്ന്. യുഫജ്ജിറൂനഹ, അവർ അതിനെ ഒഴുക്കും, ഒട്ടിയൊലിപ്പിക്കും, നടത്തിക്കൊണ്ടുപോകും. തഫ്ജീറൻ, ഒരു ഒഴുക്കൽ ഒഴുക്കും. അഥവാ ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ അരുവിയിൽ നിന്ന് കുടിക്കുന്നതാണ്. സ്വർഗത്തിലെത്തിയ പുണ്യവാന്മാർക്ക് പാലിൻ്റെ പുഴയും തേനിൻ്റെ പുഴയും മദ്യത്തിൻ്റെ പുഴയും ഒക്കെ ഉണ്ട് എന്ന് ഖുർആൻ തന്നെ നമ്മളോട് വിശദീകരിച്ചതാണ്. ഇബാദുല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകൾ, ദാസന്മാരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കിയ സജ്ജനങ്ങൾ. അവർക്കാണ് ഈ സൗഭാഗ്യങ്ങളെല്ലാം കാത്തിരിക്കുന്നത്. അല്ലാഹു തആല നമ്മളെ ഇബാദുല്ലാഹിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.